അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മേഘസ്ഫോടനം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നലെ നാം കണ്ടു. വല്ലാത്ത ഭീതിതമായ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകുന്നുണ്ട്. അതിൽ വീടുകളും അതുപോലെ ആളുകളിങ്ങനെ ഒഴുകി പോവുകയാണ്. ആ ഒരു രംഗം അല്ലേ, അവർ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവർ സന്തോഷത്തിൽ അവർക്കുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി അതിനു വേണ്ടിയുള്ള പ്ലാൻ ചെയ്തുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാളെ ഇന്ന കാര്യം ചെയ്യണം, ഇത് ചെയ്യണം, പലതും ചെയ്യണം, ഓരോന്നിങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിൽ ഇങ്ങനെ വെച്ച് പലതും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒന്നുമല്ലാതെ എല്ലാവരും 60ഓളം ആളുകളെ കാണാതെയായിന്ന, പിന്നെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ, വീടുകളൊക്കെ വെള്ളത്തിൻ്റെ ഒഴുക്കിലിങ്ങനെ പെട്ട് ഒഴുകുന്ന ദൃശ്യമാണ്. ഇത് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു ദൃശ്യമാണ്. ഇത്തരത്തിലുള്ള ദൃശ്യം കാണുമ്പോൾ വിചാരിക്കണം, അവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടു പോയവർ, കാണാതെയായവർ, അവരും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അവർക്കറിയേയില്ല ഇതാ ഈ നിമിഷം വെള്ളം ഇങ്ങനെ ഒഴുകി വരും, നാം ഇതാ നാളത്തോടുകൂടി ഒരു നാട് തന്നെ ഇല്ലാതെയാവുകയാണ്. ഒരു നാട് തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ഇല്ലാതാകുന്ന ഒരു ഭീകരമായൊരു കാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇത്തരത്തിലുള്ള കാഴ്ചകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നാം പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. കാരണം എന്നിട്ട് പോലും നമ്മുടെ അഹങ്കാരം, വിദ്വേഷം, പക ഒന്നും നമുക്ക് വിട്ടുമാറുന്നേയില്ല. എത്ര രംഗങ്ങളാണ്, എത്ര പാഠങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഓരോന്നും നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതം വിദ്വേഷത്തിനും അഹങ്കാരത്തിനും പകയിലാണ്. ഇത് കാണിച്ചു തരുന്നതെന്നറിയോ, ഇതിലൂടെ പാഠം ഉൾക്കൊള്ളണം. ചെറിയ ഒരു ജീവിതമുള്ള സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തിൽ, നമ്മുടെ ജീവിതമാണെങ്കിലോ വർഗീയവും പലതുമാണ് നാം ജീവിക്കുന്നത്. എത്ര ദുരന്തമാണ് കഴിഞ്ഞ വർഷം എൻ്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ, എത്ര അപകടങ്ങളാണ് അല്ലേ. വയനാട്ടിൽ മുണ്ടക്കയിലുണ്ടായ ആ ദുരന്തം എൻ്റെ പ്രിയപ്പെട്ടവരെ, രാത്രി കിടന്നുറങ്ങിയവർ പകലാകുമ്പോൾ ഒരു നാട് തന്നെയില്ല, ഒഴുക്കിൽപ്പെട്ട് എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്, എത്ര ആളുകളാണ് കാണാതെയായത്. രക്ഷാപ്രവർത്തകർ അവരെത്തുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കുതിരത്താണ്. അള്ളാഹു ഇത്തരത്തിലുള്ള കുതിരത്ത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല മുൻഗാമികൾക്ക് നൽകിയ, മുൻ പ്രവാചകന്മാർക്ക് നൽകിയ ഒരുപാട് ശിക്ഷകൾ, ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരെന്തുകൊണ്ട് അവരെ ശിക്ഷിക്കപ്പെട്ടു എന്നതിന് കാരണങ്ങൾ പറയുന്നുണ്ട്. അവർ ശിക്ഷിക്കപ്പെടാനുണ്ടായ കാരണം അവരെ ആ അഹങ്കാരവും അഹംഭാവമാണ് അവർക്ക് ഇത്രയും ഭീകരമായ ശിക്ഷകൾ വരാനുണ്ടായ കാരണങ്ങളൊക്കെ. ഇത് ചിലപ്പോൾ ശിക്ഷയായി വരും, ചിലപ്പോൾ പരീക്ഷണയായി വരും. ഇപ്പം നാം നല്ല സൽസ്വഭാവികളും നല്ല ജീവിതം നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അത് സന്തോഷമാണ്. കാരണം അത് അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ്. കാരണം അമ്പിയാക്കൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചപ്പോഴും അള്ളാഹുവിൻ്റെ നാം ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹു നമുക്ക് എന്തെങ്കിലും നൽകുകയാണെങ്കിൽ നാം പേടിക്കേണ്ട കാര്യമാണ്, ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയായിരിക്കുമെന്ന്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും ഇത്തരത്തിലുള്ള ആഫത്തുകൾ, മുസീബത്തുകൾ വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നാം ഒരുപാട് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ഇത് കണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ അഹങ്കാരവും അസൂയയും വിദ്വേഷം എല്ലാം മറന്ന് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ ജീവിതം നല്ല നിലക്ക് ധന്യപ്പെടുത്താൻ വേണ്ടിയാണ്. അവർക്ക് വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല നാളത്തോടു കൂടി നമ്മുടെ ഒരു ഗ്രാമം തന്നെ ഇല്ലാതെയാവുകയാണ്, ഒരു നാട് തന്നെ ഇല്ലാതെയാവുകയാണ്, ഒരുപാട് ആളുകൾ കാണാതെയാവുകയാണ് അല്ലേ. എത്ര ദുരന്തങ്ങളാണ് നാം ഈ അടുത്ത് കണ്ടത്. ആ സമയത്തൊക്കെ ഈ ദുരന്തങ്ങൾ കാണുമ്പോഴും അതുപോലെ നമ്മുടെ കൺമുമ്പിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ട് നാം പാഠം ഉൾക്കൊണ്ട് ജീവിതം നന്നാക്കുകയാണ് വേണ്ടത്. എല്ലാവരോട് സ്നേഹത്തോടു കൂടി, ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ ഒന്നുമില്ലാതെ എല്ലാവരുടെ സ്നേഹത്തോടു കൂടി. കാരണം അത് അവിടെയല്ലേ, അത്ര ദൂരമല്ലേ, അത് നമുക്കെന്താ ബാധിക്കാൻ, നാളെ എവിടെയായിരിക്കും അറിയില്ല. നാമൊക്കെ വിചാരിച്ചത് ഓരോരോ വാർത്ത കേൾക്കുമ്പോൾ അതങ്ങ് ദൂരെയല്ലേ, ഇന്നോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ സ്വന്തം വീടിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റെന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോൾ എത്രയോ ദൂരത്തല്ലേ നടന്നെന്നാണ് നാം വിചാരിച്ചിരുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ അത് വീടിൻ്റെ അടുത്തടുത്താണ് ഈ സംഭവങ്ങളൊക്കെ കേൾക്കുന്നത്. ഈ ദുരന്തങ്ങൾ നാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ജീവിതം ധന്യമാക്കേണ്ടതുണ്ട്. നാം ആരും, കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്, അടുത്ത നിമിഷങ്ങളിൽ ഇവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നത് ഒരു മനുഷ്യനിക്കും അറിയുകയില്ല. എന്ത് സംഭവിക്കാൻ പോകുമെന്ന്. ഇത്തരത്തിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ പലതും ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് പറയുന്നത് നാം
പ്രത്യേകിച്ച് ഈ മുസ്ലിം സമൂഹത്തിൻ്റെ സംസ്കാരങ്ങളൊക്കെ നന്നാകുകയാണെങ്കിൽ എല്ലാം നന്നാകുമെന്ന്, ലോകത്തിനൊരു നിലനിൽപ്പുണ്ടാകുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല ജീവിതം എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അവിടെ ആ ഒരു ദുരന്തത്തിൽ വല്ലാത്ത ദുഃഖം പ്രകടിപ്പിക്കുകയാണ്. അത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. വെള്ളം ഇങ്ങനെ, അവർക്കൊരു തീരുമാനം എടുക്കാൻ പോലും അവസരമില്ല. രക്ഷപ്പെടാൻ എങ്ങനെയാണ് അവർ തീരുമാനം എടുക്കുന്നത്? അതിൻ്റെ മുമ്പ് വെള്ളം ഒഴുകി വന്നു, അത് ആ വീടും എല്ലാം ഇങ്ങനെ ആ ഒഴുക്കിൽപ്പെട്ട് പോകുന്ന ഒരു ദൃശ്യമാണ്. ചിന്തിക്കാൻ പോലും സമയമില്ല. അതാണ് ചിലപ്പോൾ നാം ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ നാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും, നാം കളിച്ചുകൊണ്ടായിരിക്കുമ്പോഴായിരിക്കും, നാം രസിച്ചുകൊണ്ടായിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുന്നത്. അതുകൊണ്ട് നാം എപ്പോഴും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ മരണപ്പെട്ടു പോയവർ, അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. അതെല്ലാം ഒറ്റ ദിവസങ്ങളെ കൊണ്ട് എല്ലാം അസ്തമിച്ചു പോയി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ തൊട്ട് നമ്മുടെ നാടുകൾ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.